ആമേൻ. ഇന്നത്തെ ചിന്താവിഷയത്തിൽ എടുക്കുന്ന ബൈബിൾ ഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. കർത്താവെ, ഈ തിരുവചനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. ഹല്ലേലൂയ. കേൾക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. അവർക്ക് വിടുതലായി തീരുവാൻ സഹായിക്കണമേ. കൃപയുടെ മറവിൽ രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണമേ. ആശ്വാസം ഇല്ലാത്തവർക്ക് ആശ്വാസം കൊടുക്കണമേ. സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം, രോഗബന്ധനങ്ങൾ വിടുതൽ കൊടുക്കണമേ. കൃപയുടെ മറവിൽ പൊതിയുമാറാകണമേ. അടിയനാവിനുടെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുമാറാകണമേ. സകലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കേൾക്കുന്ന സകലവും മാനവും മഹത്വവും കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, മനോവ്യസനങ്ങളാൽ ചുമടുകളാൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാൽ ചുമടുകൾ ഏറിക്കൊണ്ടിരിക്കുന്നവർക്ക് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ഹല്ലേലൂയ സ്തോത്രം ലഘുവുമാകുന്നു. എൻ്റെ മുഖം, കർത്താവിൻ്റെ മുഖം മൃദുവും, എൻ്റെ കർത്താവിൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ മനോവ്യസനങ്ങളാൽ ജീവിതത്തിലെ ഭാവികളിൽ എങ്ങനെ ആയിത്തീരും എന്നുള്ള ആ ചുമടുകളാൽ ഹല്ലേലൂയ ഭാരപ്പെടുന്നവരോട് പറയുന്നു കർത്താവിൻ്റെ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ കർത്താവിൻ്റെ മുഖം മൃദുവും കർത്താവിൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിഷമങ്ങൾ, ക്ലേശങ്ങള്, ഹല്ലേലൂയ, ദൈനംദിന ജീവിതത്തെ കാര്യാദികൾ എങ്ങനെ കൊണ്ടുപോകും എന്ന് അറിഞ്ഞുകൂടാതെ വലയുന്നവരെടുത്ത ഈ മെസ്സേജ്, ഹല്ലേലൂയ സ്തോത്രം, അവരുടെ കർത്താവ് പറയുന്നു, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ മുഖം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ നമ്മളുടെയൊക്കെ കൊച്ചു പ്രായങ്ങളില് മുമ്പുള്ള കാലങ്ങളിൽ കാളവണ്ടി ഉണ്ടായിട്ടുണ്ടല്ലോ, കാളവണ്ടി കണ്ടവരുണ്ടാകുമല്ലോ. അതിന് ഒരു മുഖമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിന് കാളയിൽ മേൽ അത് വഹിക്കുന്നൊരു മുഖം വെച്ചു കൊടുക്കും. നമ്മളുടെ ഈ ഇപ്പോൾ അസ്വസ്ഥകളാകുന്ന എല്ലാ മുഖങ്ങളും ക്രൂശിൽ അങ്ങോട്ട് താഴ്ത്തി ഏൽപ്പിച്ചിട്ട് നിൽക്കുമ്പോഴേ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൻ്റെ ക്രൂശിക്കപ്പെട്ട ആ ഒരു ക്രൂശിൽ എന്നെ തന്നെ താഴ്ത്തി അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് നിൽക്കുമ്പോഴേ ക്രൂശിന്റെ മറവിൽ, കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിനായി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അതായത് സാക്ഷ്യത്തിനായി നിൽക്കുമ്പോൾ, ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി നിൽക്കുമ്പോൾ അവൻ്റെ ദേഹം 39 ദണ്ഡനങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടത് ഹല്ലേലൂയ എനിക്ക് വേണ്ടി, ഈ കേൾക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ, ആമേൻ. അത് 39 ദണ്ഡനങ്ങളാൽ തൻ്റെ ശരീരം ഒരു മാംസപിണ്ഡം പോലെ ആയത് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഈ കേൾക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഈ മുഖം എന്തെന്ന് ഞാൻ ഹല്ലേലൂയ സ്തോത്രം അല്പം കഴിയുമ്പോൾ ഏറെ താമസിക്കാതെ പറയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിന് ഞാൻ വരുമ്പോൾ എനിക്ക് കർത്താവ് ഏറ്റ ഓരോ പീഡയും ഞാൻ സാക്ഷീകരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടിയാണ് അവൻ ഏറ്റ പീഡകൾ എന്ന് ഓർത്തുകൊണ്ട് സാക്ഷ്യമായി നിൽക്കുമ്പോൾ, ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി ഞാൻ നിൽക്കുമ്പോൾ ഏറ്റ പീഡകൾ എനിക്ക് വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, നിലവുകളിലെല്ലാം അവനെ കയറ്റി വിടുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, കർത്തൃഭയവും യഹോവ ഭയവും എന്നിൽ ജനിക്കും.
അതായത് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യാദികളിൽ ഞാൻ ഇടപെട്ട് തളർന്ന് വ്യസനിച്ച് പിശാചിക മുഖം കൊണ്ട് ഏറ്റുകൊണ്ട് മനോവ്യസനമാകുന്ന മുഖം ഏറ്റവും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നവരെടുത്ത ഈ ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി വരാൻ പറയുന്നത്. അതായത് അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടത്, കാലുകൾ തുളയ്ക്കപ്പെട്ടത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആമേൻ എനിക്ക് വേണ്ടി ആണെന്ന് ദൈവഹിതത്തിന് വ്യാപരിക്കുന്ന എന്റെ നിലവുകൾ ചിന്തകളെല്ലാം കർത്താവിൽ ക്രൂശിൽ ഇട്ടു കൊടുക്കുക. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ദൈവത്തിന് സ്തോത്രം. കൈകാലുകൾ തളയ്ക്കപ്പെട്ടത് എനിക്ക് വേണ്ടി. ദൈവഹിതത്തിന് വിപരീതമായി നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ക്രൂശിൽ ഞങ്ങൾ ഇട്ടുകൊടുത്തിട്ട് കർത്താവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവന്റെ തല തകർക്കപ്പെട്ടത് എനിക്ക് വേണ്ടി ആണ് എന്ന് അങ്ങോട്ട് ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവസാന തുള്ളി അവൻ മരിച്ചോ എന്ന് അറിയാൻ വേണ്ടി പടനായകൻ അവന്റെ കുന്തം കൊണ്ട് അവന്റെ ഹൃദയത്തിൽ കുത്തി തുറന്നപ്പോൾ, അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവസാന തുള്ളി രക്തവും ജലവും ഒഴുകി. ആ പടനായകൻ ഒരു കുരുടനായിരുന്നു. കുരുടന്റെ കണ്ണിൽ ആ രക്തം വന്ന് വീണപ്പോൾ അവന്റെ കുരുട് മാറി. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴായിരിക്കുന്നവര്, ഈ കേൾക്കുന്നവര്, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുവാൻ ഈ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് വഴി കഴിയും. ആമേൻ. ഇനി ഒന്നുകൂടി അങ്ങോട്ട് അതിന്റെ 28ാം വാക്യം എടുക്കുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ, രോഗങ്ങൾക്ക് വേണ്ടി ഡോക്ടറെ അടുത്ത് ഓടുന്നവരെ, ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സമ്പത്തിന് വേണ്ടി, ദൈനംദിന ഉപജീവനത്തിന് വേണ്ടി ഓടുന്നവരെ, ഹല്ലേലൂയ ഈ ക്രൂശിനെ ഒന്ന് നമസ്കരിച്ചിട്ട് നിന്ന്, ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിന് നിന്നിട്ട് നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ അധ്വാനത്തിൽ ഇറങ്ങുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ, എവിടെ വരുവാൻ പറഞ്ഞത്? എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ സൗമ്യതയും, ക്രൂശിൽ കവിഞ്ഞ ഒരു സൗമ്യത വേറെ ഇല്ല. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റവും കൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഹല്ലേലൂയ. ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി നിങ്ങൾ നിങ്ങളുടെ കാര്യാദികൾ കോടതിയിൽ പോകുമ്പോൾ സാക്ഷ്യത്തിന് പലരെയും കൊണ്ടുപോകുമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി ഞാൻ പോകുമ്പോൾ നമ്മളുടെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ക്രൂശിന്റെ അടുത്തേക്ക് എത്തിക്കുവാൻ മിഗേൽ, ഗബ്രിയേൽ ദൂതന്മാർ ഉണ്ട്. അവർ നിങ്ങളെ സഹായിക്കും. ഈ ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിന് നിൽക്കുമ്പോൾ നിങ്ങളുടെ രോഗബന്ധനങ്ങൾ എവിടെയുണ്ടോ, ഏത് തരത്തിൽ രോഗബന്ധനങ്ങളുണ്ടോ, കടകണികളുണ്ടോ, അവറ്റകളിൽ നിന്ന് എല്ലാം മാറി വരുവാൻ ഈ മിഗേൽ, ഗബ്രിയേൽ ദൂതന്മാർ നിങ്ങളെ സഹായിക്കും. ഇനി ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. എൻ്റെ മുഖം ഏറ്റവും കൊണ്ട്, മുഖമെന്നത് കർത്താവിൻ്റെ ക്രൂശാകുന്ന മുഖം. ക്രൂശാകുന്ന മുഖം, നമുക്ക് വേണ്ടി തീർക്കപ്പെട്ട ആ ക്രൂശാകുന്ന മുഖം വിശ്വാസത്താൽ ഏറ്റുകൊണ്ട് ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി നിന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ പലരും കുറിച്ച് സാക്ഷ്യം കോടതിയിൽ ഇങ്ങനെ പറയുമ്പോൾ അവിടെ കോടതി ഹല്ലേലൂയ അവിടെ അതിനായ ഹല്ലേലൂയ വിധി പ്രഖ്യാപിക്കുന്നു. എന്നാൽ ക്രൂശിന്റെ മറവിൽ നമ്മൾ സാക്ഷ്യത്തിനായി വരുമ്പോൾ എൻ്റെ മനസ്സാക്ഷി കർത്താവിനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ
ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ സാക്ഷ്യം പരിശുദ്ധാത്മാവിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി ഞാൻ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി ഞാൻ എൻ്റെ പൂർവ്വ മാതാപിതാക്കൾ ചെയ്ത പാപങ്ങൾ എല്ലാം ക്രൂശ് എല്ലാം ഏറ്റെടുത്തു എന്ന് കഴിഞ്ഞ് വിശ്വാസത്തിൽ നിൽക്കുമ്പോഴേ, ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി ഞാൻ നിൽക്കുമ്പോഴേ രോഗബന്ധനങ്ങൾ അഴിയും, അസമാധാനങ്ങൾ പൊട്ടി അഴിഞ്ഞു മാറപ്പെടും. ഇനി ക്രൂശ് എൻ്റെ മുഖം കർത്താവ് ക്രൂശ് ആക്കുന്ന അവൻ ദൈവമല്ലേ കർത്താവ് ഈ ഏറ്റ ആ ക്രൂശ് നമുക്ക് വേണ്ടിയാ അവൻ ഹല്ലേലൂയ തന്നിട്ട് പോയത്. ദൈവത്തെ കൊണ്ട് ആർക്കും ഒരു വിരൽ അനക്കുവാൻ കഴിയില്ല. പക്ഷെ നമുക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു കഴിഞ്ഞു. അവൻ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. സ്തുതികളിന്മേൽ വസിക്കുന്നവൻ നമ്മൾ അടുത്ത് വരുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളെല്ലാം മഞ്ഞു ഉരുകുന്നത് പോലെ ഒഴുകി മാറിപ്പോകും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ മുഖമാക്കുന്ന ക്രൂശിൽ നമ്മൾ അന്ന് കർത്താവേറ്റ കഷ്ടങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്ന ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിനായി വരുമ്പോൾ എനിക്ക് വേണ്ടിയാ ഈ കഷ്ടങ്ങൾ ഏറ്റതെന്ന് വിശ്വാസത്താൽ വ്യാപരിക്കുമ്പോൾ ക്രൂശിൽ നിന്നും ഒരു ശക്തി വരും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. 1 കൊരിന്ത്യർ 1:18. ക്രൂശിന്റെ വചനം, ക്രൂശിൽ നിന്നും ഒരു വചനം പൊട്ടി പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. രോഗികൾക്ക് സൗഖ്യമായി വരുന്നു. ഹല്ലേലൂയ. അസമാധാനം ഉള്ളവരുടെ അസമാധാനം വിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. ക്രൂശ് അവൻ ഏറ്റ ആ ക്രൂശാകുന്ന മുഖം വിശ്വാസത്തിൽ ഏറ്റെടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവന്റെ സൗമ്യത എൻ്റെ ശരീരത്തിൽ നിന്ന് വരും. അവൻ സൗമ്യം താഴ്മ ഉള്ളവരാകയാൽ എൻ്റെ മുഖം ഏറ്റം കൊണ്ട് എന്നോട് പഠിപ്പിൻ. ഹല്ലേലൂയ. ഇത്രയും സ്നേഹമുള്ള ഒരു കർത്താവ് വേറെ ഒരു രക്ഷകൻ ഇല്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രത്തോടെ വ്യാപരിച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുത്തു. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ അവരെയും ഒന്ന് സഹായിക്കുക. ഒപ്പം നമ്മൾ ഇതുവഴി കർത്താവിന്റെ ഒരു വേലക്കാരനായി തീരും. ഈ ദേശത്ത് അസമാധാനം സൃഷ്ടിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ തകരുവാൻ, പ്രിയപ്പെട്ടവരെ, അവന്റെ മുഖം ഏറ്റവും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിനായി വരുമ്പോഴേ, ഹല്ലേലൂയ സ്തോത്രം, അവൻ ദൈവത്തിന് സ്തോത്രം, ക്രൂശുമായിട്ട് ഞാൻ രമ്യതനായി തീർന്നു കഴിഞ്ഞു. ഇനി ക്രൂശിന്റെ മറവിൽ ക്രൂശിനെ നമുക്ക് സംസാരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. സംസാരിച്ച് വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ ഞാൻ വിടും. ഇനി ഹല്ലേലൂയ അത് വിടുന്നതിന്റെ ഒരു തെളിവായി ഒരു ഗലാത്യരുടെ ലേഖനം 6:14 വാക്യം എടുക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ, ആമേൻ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. എനിക്കോ പേഴ്സണൽ ബന്ധം കർത്താവ് എനിക്കോ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഇന്ന് ഭാര്യ ഭർത്തൃ ബന്ധം ശിഥിലമായി കൊണ്ടിരിക്കുമ്പോൾ, ഈ ക്രൂശിന്റെ മറവിൽ ഞാനൊന്ന് സാക്ഷ്യത്തിനായി വരുമ്പോൾ, ക്രൂശിന്റെ മറവിൽ ഭാര്യ ഭർത്താക്കന്മാർ സാക്ഷ്യത്തിനായി കർത്താവിന് വരുമ്പോൾ, നിങ്ങൾ ഞാനാണ് വലുത്, ഭാര്യയാണ് വലുത്, ഭർത്താവാണ് വലുത് എടുക്കുന്ന ചിന്തകൾ മാറിപ്പോകും. അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം വിജയിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിന്റെ മറവിൽ എനിക്കോ നമ്മുടെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. നോക്കി ആ കർത്താവിന്റെ സ്നേഹം. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
ക്രൂശിൽ സ്തോത്രം പറയുമ്പോൾ പിന്നെ ഇനി ഒരു വ്യാപാര പോരുകളൊന്നും അടുക്കുകയില്ല. ഭാര്യ ഭർത്തൃ ബന്ധം ഈ ലോകത്തിലും സ്വർഗീയമായ സൗഭാഗ്യങ്ങൾ നുകരുന്ന ഒരു ക്രമമായി തീരും. പ്രിയപ്പെട്ടവരെ, അവന്റെ തേജസ്സിന്റെ വലയത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, തേജസ്സിന്റെ വലയത്തിൽ നിൽക്കാത്ത കർത്താവിന്റെ ദാസന്മാർ പോലും ഇന്ന് വേറെ സ്വന്തം ഭാര്യയെ വിട്ടിട്ട് വേറെ പെണ്ണുങ്ങളെ കെട്ടുന്ന ഭാര്യ കെട്ടുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവർ പറയും സ്റ്റെപ്പിനി. ദൈവമേ, ഹല്ലേലൂയ, ക്രൂശിന്റെ മറവിൽ ഇവരെല്ലാം വരട്ടെ. ക്രൂശിന്റെ മറവിൽ അവർ വന്നു. അവരുടെ തേജസ്, അവരുടെ ശരീരത്തിൽ ഇത് ആരുടെ രൂപം? കർത്താവിന്റെ രൂപം, പിതാവായ ദൈവത്തിന്റെ രൂപം. നമ്മളിൽ നിന്നും അവന്റെ തേജസ് നിറയപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ എന്റെ കർത്താവിന്റെ തേജസ്സാണെന്ന് വിചാരിക്കുമ്പോൾ, ഭർത്താവ് എന്റെ കർത്താവിന്റെ തേജസ്സാണെന്ന് വിചാരിക്കുമ്പോൾ, എന്റെ മാംസത്തിന് മാംസവും ശരീരത്തിന് ശരീരവുമായ മായവന ഹല്ലേലൂയ എന്റെ ഭാര്യ എന്ന് കർത്താവിൽ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഹല്ലേലൂയ ഭർത്താവും അവർ രണ്ടല്ല ഒന്നെന്ന് ചിന്തിക്കുമ്പോൾ അവർ കർത്താവിൽ ആയിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു അടിമമുഖത്തിലാ തലമുറകളായിരിക്കുന്നത്. ഈ ഒരു ക്രമത്തിൽ അവർക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു വേറെ കല്യാണങ്ങൾ, ഭർത്താവിനെ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിഞ്ഞാലും, ഭർത്താവ് ഭാര്യ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങനെ കളഞ്ഞിട്ട് കിടക്കുന്ന അവരുടെ തലമുറകൾ എങ്ങനെയായിരിക്കും? യാന്ത്രികം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മാറി വരുവാൻ ക്രൂശാകുന്ന മുഖം ഏറ്റവും കൊണ്ട് നിൽക്കുന്നു എങ്കിൽ സ്വർഗീയ സൗഭാഗ്യം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ആ മുഖം, എന്റെ മുഖം എന്താ? എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ. ഇതാ സ്വർഗത്തിലേക്ക് പോകാനുള്ള ചുമട് ലഘുവായി തീരുന്നു. സ്വർഗത്തിലേക്ക് പോലെ ചുമട് ലഘുവായി തീരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവിൽ ഞാൻ ആയിത്തീരും. ഈ തിരുവചനത്താൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ തിരുവചനം എല്ലാവർക്കും പ്രയോജനപ്പെടുവാൻ സഹായിക്കണമേ. കൃപയാൽ തന്നെ എല്ലാവരുടെ കഷ്ടക്ലേശങ്ങളും വിടുതലായി തീരുവാൻ സഹായിക്കണമേ. എല്ലാവരും കർത്താവിൻ്റെ കൃപയുടെ മറിൽ സകലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആശ്വാസം എല്ലാവർക്കും കൊടുത്തു മാനിക്കണമേ. സകലവും കർത്താവിൻ്റെ കരം താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കേൾക്കുന്ന സകലവും മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ.